ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. എങ്ങനെയാണ് ക്രിസ്ത്യൻ ലൈഫിൽ സമാധാനത്തോടെ എപ്പോഴും ഇരിക്കാൻ സാധിക്കുന്നത്? പത്രോസ് ജയിലിൽ കിടന്നപ്പോഴും പിറ്റേ ദിവസം കൊല്ലാൻ പോവാന്ന് പറഞ്ഞിട്ട് പോലും സമാധാനമായിട്ട് കിടന്നുറങ്ങിയ, കൂർക്കം വലിച്ചുറങ്ങിയ പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മളെ സമാധാനം കെടുത്തുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഡിപ്രഷനും ഒന്ന് ആങ്സൈറ്റി. അപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പഴയ കാര്യങ്ങൾ, നമ്മൾ അനുഭവിച്ച വിഷമങ്ങൾ, ആരെങ്കിലും നമ്മളെ ടോർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിസിക്കലി ഇമോഷണലി ഒക്കെ നമ്മളെ ഇപ്പോൾ ടോർച്ചർ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കത് ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഡിപ്രഷനും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റിയാണ്. ദൈവമേ, നാളെ എന്താ, നാളെ എങ്ങനെ ജീവിക്കും, നാളെ ഞാൻ ഒറ്റപ്പെട്ടു പോവോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത. അതാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഡിപ്രഷനും ആങ്സൈറ്റിയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടയിട്ട് നമ്മുടെ സമാധാനം കെടുത്തുന്ന ടീമാണ് ദുഷ്ടപിശാച്. അപ്പോൾ ഈ പിശാച് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഏത് നേരം ഇത് ഓർപ്പിച്ചുകൊണ്ടിരിക്കും, പഴയ കാര്യങ്ങളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും, നാളത്തെ ആകുലതകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. എന്നാൽ കർത്താവ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന്. ഇനി പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി. നമുക്ക് ഒരു നേരത്തെ ആഹാരം, ഒരു ജോഡി ഡ്രസ്സും ഉണ്ടെങ്കിൽ ഒന്ന് മതി എന്നാണ് നമ്മളോട് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ സമാധാനമായിട്ട് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് കൊണ്ടുപോകാമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഡിപ്രഷൻ്റെയും ആങ്സൈറ്റിയുടെയും പല കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കർത്താവുമായിട്ട് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും കർത്താവ് അതിൽ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഒരപ്പനോട്, ഒരു പപ്പായോട് എങ്ങനെ സംസാരിക്കുന്നു അതേപോലെ നമുക്ക് യേശുപ്പായോട് സംസാരിക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ ഡിപ്രഷനും ആങ്സൈറ്റിയും എല്ലാം മാറി നമുക്കൊരു പ്രത്യേക സമാധാനം ലഭിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വചനം വായിക്കുക എന്നുള്ളതാണ്. വചനം വായിക്കുമ്പോഴാണ് നമുക്ക് പ്രത്യാശ ഉണ്ടാകുന്നത്. മറ്റുള്ള മനുഷ്യരെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ലൗകികമായിട്ട് ജീവിക്കുന്നു, അവർ ലൗകികമായിട്ടിലേക്ക് നോക്കുന്നു, അതിനു വേണ്ടിയിട്ട് ജീവിക്കുന്നു. സാക്ഷ്യം കേട്ടാലും അല്ലെങ്കിൽ വചനം പറയുന്നത് കേട്ടാലും എല്ലാം ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും അവർ പറയുന്നത്. എന്നാലും നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ബൈബിൾ എന്ന് പറയുന്ന വചനമുണ്ടല്ലോ, ആ വചനത്തിൽ കർത്താവ് ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും എന്താ, സ്വർഗത്തിൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം കിട്ടുമെന്ന്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ശരിക്കും മരിച്ചു പോയൊരു വ്യക്തിയല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ സ്വർഗത്തിൽ പോകാമെന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ജീവിക്കാം. നമ്മളൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ, കാക്കകളെ വിചാരിപ്പിൻ വിതയ്ക്കുന്നില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഈ ആനിമൽസിനെയൊക്കെ നോക്കി അവയെല്ലാം ദൈവം പുലർത്തുന്നു, അതുപോലെ നമ്മളെയും ദൈവം പുലർത്തും. ഇതാണ് ഇന്നത്തെ മെസ്സേജ്.